നമുക്ക് വന്നേക്കണ വർക്കെന്ന് പറഞ്ഞാൽ ഫിയറ്റ് പുന്തോയാണ് കേട്ടോ. പുന്തോടെ ടൈം എഞ്ചിൻ റീപ്ലേസ്മെൻ്റ് ആണ്. എല്ലാം അഴിച്ച് ഞാൻ ക്ലീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തുടച്ച് ക്ലീനാക്കി. ഇതൊക്കെ ടൈം എഞ്ചിൻ സെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് ഇങ്ങനെ അഴിച്ച് മാറ്റേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. സ്വിഫ്റ്റ്, ടാറ്റയുടെ മാൻസ അങ്ങനെയുള്ള വണ്ടിയെല്ലാം സെയിമാണ്. അപ്പോൾ അതൊരു വ്യത്യാസം വന്നാൽ പമ്പ് അഴിച്ച് മാറ്റണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി സെറ്റ് ചെയ്തിട്ട് കാണാം. നമ്മളിതിൽ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ INAയുടെ ടൈം എഞ്ചിൻ കിറ്റാണ് കേട്ടോ. ഇതാണ് ജനുവിൻ വന്നത്. ഇത് തന്നെയാണ് ടൈം എഞ്ചിനൊക്കെ വന്നത്, ഈ സാധനം തന്നെയാണ്. പിന്നെ കൂട്ടത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ മാറുന്ന കൂട്ടത്തിൽ എൻ്റെ ഓയിൽ സീൽ മസ്റ്റായിട്ട് മാറികളാണ് കേട്ടോ. അപ്പോൾ പുതിയ ടൈം എഞ്ചിൻ ഇടാൻ പോകണം കേട്ടോ. ഇത് കയറ്റി വെച്ചേക്കണം. ഇനിയിപ്പോൾ അഡ്ജസ്റ്റർ രണ്ട് സൈഡ് 2 റെയിൽ വരും. ആ റെയിലൊക്കെ കൊടുക്കണം. ടൈമിങ്ങൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കവറുമൊക്കെ വെച്ച് സ്റ്റാർട്ടാക്കി നോക്കാൻ വേണ്ടി. നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് സ്റ്റാർട്ടാക്കി ഓടിച്ചൊക്കെ നോക്കണം.